നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വപ്നവും ബാധ്യതകളുമെല്ലാം ഇറക്കിവെച്ച് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന പ്രവാസി അവസാനം നാട്ടിലേക്ക് പോകാനൊരുങ്ങിയപ്പോൾ സംഭവിച്ചത് വിധി അയാൾക്ക് മുന്നിൽ അവതരിച്ചത് മരണത്തിന്റെ രൂപത്തിലായിരുന്നു. ബാബു എന്ന പ്രവാസിയുടെ മരണത്തെക്കുറിച്ച് വേദനയുടെ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് ദുബായിലെ സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി. ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: ഷാർജ വിമാനത്താവളത്തിന്റെ അറൈവൽ ഗേറ്റിന് പുറത്തേക്ക് ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് സ്വപ്നങ്ങളുമായി ഒട്ടനവധി പേർ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് എൻ്റർ ആകുന്നു. അതേസമയം ഷാർജ വിമാനത്താവളത്തിന്റെ തെക്കേ ഭാഗത്ത് കാർഗോ സെക്ഷനിൽ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ബാക്കി വെച്ച് എംബാമിംഗ് ചെയ്ത പെട്ടിയിൽ നിശ്ചലമായ അവസ്ഥയിൽ നാട്ടിലേക്ക് മടങ്ങുന്ന മറ്റു ചിലർ. ഒരു വിമാനത്താവളത്തിന്റെ രണ്ട് വാതിലുകളിൽ ഒരേ സമയം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഓരോ അവധിക്കാലം കഴിഞ്ഞു വരുന്നവർ മനസ്സിൽ പ്രതീക്ഷ വെക്കുന്നത്, അല്ലെങ്കിൽ കലുഷ്യമായ മനസ്സിനെ സമാധാനപ്പെടുത്തുന്നത്, അടുത്ത തവണ ഇവിടെ നിന്നും പ്രവാസം മതിയാക്കി നാട്ടിലേക്കുള്ള തിരിച്ചുപോക്കിനെ കുറിച്ച് ഓർത്തുകൊണ്ടാണ്. അതിന് തടസ്സമാകുന്നത് ഒരിക്കലും അവസാനിക്കാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുമ്പോഴും അടുത്ത പ്രശ്നങ്ങളുടെ നീണ്ട നിര നീണ്ടു പോകുന്നു. ഒരു നാൾ എല്ലാം ശരിയാകുമെന്ന പ്രവാസിയുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ഇവിടെ തന്നെ ബാക്കി വെച്ച് എന്നേക്കുമായി ഈ ലോകത്ത് നിന്നും യാത്ര പോകുന്നത്. യാത്രക്കാരുടെ സീറ്റിലല്ല എന്ന വ്യത്യാസം മാത്രമാണ്. നമ്മളിടുന്ന ഷർട്ടിന്റെ ബട്ടൺ മറ്റാരോ അഴിക്കുന്നു. അത്രയുള്ളൂ ജീവിതവും മരണവും തമ്മിലുള്ള ദൂരം. ഇതൊക്കെ ഞാൻ എഴുതുവാൻ കാരണം ഇന്ന് ഞാൻ നാട്ടിലേക്ക് അയച്ച മയ്യത്തുകളിലൊന്ന് എനിക്ക് 1.5 പതിറ്റാണ്ടുകാലമായി പരിചയമുള്ള കണ്ണൂർ സ്വദേശി ബാബുവിൻ്റെതായിരുന്നു. കഴിഞ്ഞ 35 വർഷക്കാലമായി കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്തു വരുന്ന സാധാരണ പ്രവാസിയാണ് ബാബു. അസുഖങ്ങളുടെ നീണ്ട ലിസ്റ്റുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഞാൻ കണ്ട കാലം മുതൽ എന്നോട് പറയുമായിരുന്നു, അഷ്റഫ്, അടുത്ത ഒരു പ്രാവശ്യം കൂടി മാത്രമേ ഞാൻ ഇവിടെയുള്ളൂ. നാട്ടിൽ പോയി എന്തെങ്കിലും ചെയ്ത് ജീവിക്കണം. ശാരീരിക അസ്വസ്ഥതകൾ അയാളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ അവധി കഴിഞ്ഞു വരുമ്പോഴും പുതിയ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും അയാളെ കാത്തുകിടപ്പുണ്ടാകും. അങ്ങനെ നീണ്ടു പോയി വർഷങ്ങൾ. കഴിഞ്ഞ ആഴ്ച എന്നെ കണ്ടപ്പോൾ ബാബു പറഞ്ഞത്, നമ്മൾ ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കും, ദൈവം മറ്റൊന്ന് പ്രവർത്തിക്കും. കുറച്ച് ബാധ്യതകളും കൂടിയുണ്ട്. അതിനിടയ്ക്കാണ് കോവിഡ് വന്ന പ്രശ്നങ്ങളായത്. എന്തായാലും പോകുന്നതുവരെ പോകട്ടെ എന്ന നിരാശയോടുള്ള ബാബുവിന്റെ വാക്കുകൾ മയ്യത്ത് കാർഗോയിലെടുത്ത് വെക്കുമ്പോഴും എൻ്റെ കണ്ണുകളെ നനയിക്കുന്നുണ്ടായിരുന്നു. അതേ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഒന്നുമില്ലാത്ത മറ്റൊരു ലോകത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ട ബാബു യാത്രയായി. ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് പോകുന്നവരിൽ അത്തർ പൂശി പുതുവസ്ത്രങ്ങളും ധരിച്ച് ഉറ്റവർക്കും ഉടയവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിച്ച് 30 കിലോഗ്രാം ലഗേജിലിട്ട് ഹാൻഡ് ബാഗുമായി യാത്രയ്ക്ക് പോകുന്നവർ ഒരു വിഭാഗം. എംബാമിംഗ് കഴിഞ്ഞ് മയ്യത്തിന്റെ പേരും മേൽവിലാസവും എഴുതിയ പെട്ടിയിൽ ആണിയടിച്ച് കാർഗോ വിഭാഗത്തിലൂടെ അതേ വിമാനത്തിൽ അവസാനമായി ഒരു നോക്ക് കാണാൻ ഉറ്റവരിലേക്കും ഉടയവരിലേക്കും മുന്നിൽ എത്തുന്നു മയ്യത്ത് എന്ന വിളിപ്പേരോടെ. അഷ്റഫ് താമരശ്ശേരി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.